ടോട്ടൽ മിസ്സിംഗ് പേഴ്സൺസ് അതിപ്പോൾ 131 131 അത് മാറിയിട്ടുണ്ട്. അതെ, കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്നലത്തേൽ നിന്നും കുറഞ്ഞിരിക്കുകയാണ്. അതെ, 7 എണ്ണത്തിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അത് പല നിലയിലും നമ്മൾ അന്വേഷിക്കുകയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ പരിശോധിച്ച് പോവുകയും ചെയ്തതിൻ്റെ ഭാഗമായി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില വിവരങ്ങൾ പുതിയത് കിട്ടിയിട്ടുമുണ്ട്. പുതിയ ചില വിവരങ്ങൾ കിട്ടിയതുണ്ട്. അതൊക്കെ അടക്കമാണ് 131 എത്തിയിരിക്കുന്നത്. 138 നിന്നാണ് 131 എത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ മിസ്സിംഗ് സോൺ 1, സോൺ 2, സോൺ 3 പുഞ്ചിരിമറ്റം, ഉണ്ടക്കെ, സ്കൂൾ റോഡ് ഇവിടെയാണ് മഹാഭൂരിപക്ഷം മിസ്സിംഗ് കേസുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ, ഈ സോണുകളിലാണ് മിസ്സിംഗ് കേസുകൾ കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ഈ 131 എന്നുള്ള നമ്പറിൽ വലിയൊരു ശതമാനം ഈ 3 സോണുകളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ടെമ്പററി റീഹാബിലിറ്റേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ടെമ്പററി റീഹാബിലിറ്റേഷന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തന്നെ അതിന് മുൻകൈ എടുത്ത് സർക്കാർ സംവിധാനങ്ങളെ വേഗത്തിൽ സജ്ജമാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. മിനിഞ്ഞാന്നാണ് നിങ്ങളോട് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ സർക്കാർ തന്നെ ഇതിനൊരു സംവിധാനം കൊണ്ടുവന്നാൽ അതൊരു മാതൃകയായി പിന്നെ വ്യക്തികളും അതുപോലെ തന്നെ മറ്റുള്ളവരും, അതിന് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ തയ്യാറായി വരും. അതിൻ്റെ ഭാഗമായി PWDയുടെ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ക്വാർട്ടേഴ്സുകൾ റിപ്പയർ ചെയ്യേണ്ടത് റിപ്പയർ ചെയ്യുക, മറ്റ് പെയിൻറ്റിങ്ങും മറ്റ് വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പരിസരം വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വേഗത്തിലാക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. 27 പൊതുമരാമത്ത് വകുപ്പിൻ്റെ ക്വാർട്ടേഴ്സുകളാണ് അങ്ങനെ കണ്ടെത്തിയത്. അതിൽ പലതും ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞു. ഇന്ന് രാവിലെ നിങ്ങൾ ഉൾപ്പെടെ വന്ന് നമ്മളെല്ലാവരും, മന്ത്രിമാരും നമ്മളെല്ലാവരും ഒരു ക്വാർട്ടേഴ്സിൽ പോയിരുന്നു. ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പും മറ്റു വകുപ്പുകളും പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതിന് എല്ലാ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം അഭിനന്ദിക്കുക. നല്ല ഫോളോ അപ്പ് അതിൻ്റെ ഭാഗമായി അതാത് വകുപ്പുകളും ജില്ലാ ഭരണകൂടവും, ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും നടത്തിയിട്ടുണ്ട്. അവരെയും പ്രത്യേകം ഇതിൽ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ സർക്കാർ ക്വാർട്ടേഴ്സുകളുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം ഇതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ നൽകാനായി. ഇതിൻ്റെ ഭാഗമായി ടോട്ടൽ 100ഓളം വീടുകൾ ഇതിൻ്റെ അടക്കം, ക്വാർട്ടേഴ്സ് അടക്കമാണ് ഞാൻ പറയുന്നത്, 100ൻ്റെ അടുത്ത്, 100 ഇപ്പോൾ പറയുന്നുള്ളൂ, അതിൽ കൂടാനേ സാധ്യതയുള്ളൂ. വാടക വീട് 100 എന്ന നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. വളരെ വേഗത്തിലാണ് അത് എത്തിയിട്ടുള്ളത്. നമ്മൾ മിനിഞ്ഞാന്നാണത് തീരുമാനിച്ചത്. 2 ദിവസം പൂർത്തീകരിച്ചിട്ടില്ല. അതിനകം തന്നെ സർക്കാർ സംവിധാനങ്ങളടക്കം 100 എന്നുള്ള നമ്പറിലേക്ക് ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ കേന്ദ്രങ്ങൾ എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇതിൽ PWD ക്വാർട്ടേഴ്സിൽ നിന്ന് ഞങ്ങൾ പോയപ്പോൾ ശശീന്ദ്രൻ മിനിസ്റ്റർക്കറിയാം, ഇവിടെയുണ്ട് 3 ബെഡ്റൂമുകളുണ്ട്, ഡൈനിങ് റൂമുണ്ട്. അപ്പോൾ ഒരു 3ഉം 4ഉം ഫാമിലിക്ക് കഴിയാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. 4 ബെഡ്റൂമുള്ള ക്വാർട്ടേഴ്സുകളുണ്ട്. 3 ബെഡ്റൂമുള്ളതാണ് ഇപ്പോൾ സജ്ജമായിട്ടുള്ളത്. അപ്പോൾ ഒരു ക്വാർട്ടേഴ്സിൽ 2 മുതൽ 4 വരെ ഫാമിലിയെ താമസിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഒരു വാടക വീട് കണ്ടെത്തുന്നതിൻ്റെ 4 ഇരട്ടിയാണ് ഒരു ക്വാർട്ടേഴ്സ് കണ്ടെത്തിയാൽ. 27 PWD ക്വാർട്ടേഴ്സുകൾ ഇവിടെ പറഞ്ഞത് സജ്ജമാക്കിയാൽ നമുക്കൊരു വലിയ നമ്പർ കുടുംബത്തെ താമസിപ്പിക്കാനാകും. 67 സർക്കാർ ക്വാർട്ടേഴ്സുകൾ PWD അടക്കം നമ്മൾ സജ്ജമാക്കിയാൽ നമുക്കൊരു വലിയ നമ്പർ ഫാമിലിയെ അതിൽ തന്നെ താമസിപ്പിക്കാനാകും. അതോടൊപ്പം വാടക വീടുകളും ഇപ്പോൾ സജ്ജമായത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായാൽ വലിയൊരു ആശ്വാസം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതോടൊപ്പം സ്ഥലത്ത് പ്രീഫാബ് കൺസ്ട്രക്ഷൻ്റെ കാര്യം കലക്ടർ തന്നെ മുൻകൈ എടുത്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പറ്റും.